ദ ടെർമിനൽ എന്ന 2004 പുറത്തിറങ്ങിയ സ്റ്റീവൻ സ്പിൽബർഗ് ചലച്ചിത്രം നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. പാസ്പോർട്ട് റദ്ദായത് മൂലം US-ലെ JFK എയർപോർട്ടിൽ ഏകദേശം 9 മാസത്തോളം പെട്ടുപോകുന്ന വിക്ടർ ആണ് ടെർമിനൽ എന്ന ചിത്രത്തിലെങ്കിൽ യഥാർത്ഥത്തിൽ മെഹ്റാൻ കരീമി നസീറി എന്ന ഇറാൻകാരൻ 18 വർഷത്തോളമാണ് പാരീസിലെ ചാൾ ഡിഗോ എയർപോർട്ടിൽ പെട്ടുപോയത്. 1945 ഇറാനിലെ മസ്ജിദ് ഇ സുലൈമാൻ എന്ന സ്ഥലത്ത് ജനിച്ച നസീറിയുടെ ചെറുപ്പകാലം അത്ര വ്യക്തമല്ലെങ്കിലും 1970-കളിൽ ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി സമരങ്ങളിൽ പങ്കെടുത്തു എന്ന കാരണം കൊണ്ട് നസീറിക്ക് നേരിടേണ്ടി വന്ന പീഡനം മൂലമാണ് അയാൾ അന്ന് യൂറോപ്പിലേക്ക് അഭയം തേടുന്നത്. അങ്ങനെ 1981 നസീറിക്ക് ബെൽജിയമിൽ അഭയം ലഭിക്കുകയും നസീറി ഇറാൻ വിടുകയും ചെയ്തു. അങ്ങനെ ആ യാത്ര പാരീസിലെത്തിയപ്പോഴാണ് നസീറിയുടെ പക്കലുണ്ടായിരുന്ന റെഫ്യൂജി ഡോക്യുമെന്റ്സ് കളവ് പോകുന്നത്. ആ മോഷണം നസീറി അവിടെ റിപ്പോർട്ട് ചെയ്തുവെങ്കിലും തന്റെ യാത്ര ഉപേക്ഷിക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഡോക്യുമെന്റ്സ് ഇല്ലാതെ UK-യിൽ കയറാൻ നസീറി ശ്രമിച്ചെങ്കിലും ഈ കാരണം കൊണ്ട് തന്നെ അയാളെ തിരിച്ച് പാരീസിലേക്ക് മടക്കി അയച്ചു. അങ്ങനെ സ്വന്തമെന്ന് പറയാൻ ഒരു രാജ്യവും അഭയം തേടാനുള്ള ഡോക്യുമെന്റ്സും ഇല്ലാതെ നസീറി ചാൾസ് ഡിഗോ എയർപോർട്ടിലെ ടെർമിനൽ 1 അയാളുടെ ലോകമാക്കി. അതുവഴി കടന്നുപോകുന്ന പാസഞ്ചേഴ്സിന്റെയും എയർപോർട്ട് സ്റ്റാഫിന്റെയും ഒക്കെ കരുണയിൽ കഴിഞ്ഞ നസീറി അങ്ങനെ ലോർഡ് ആൽഫ്രഡ് എന്ന വിളിപ്പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. 1988 തുടങ്ങിയ ഈ എയർപോർട്ട് ജീവിതം 2006 പിന്നെ അവസാനിക്കുന്നത്. ഒരു അസുഖം മൂലം 2006 പുറത്തേക്ക് എത്തിയ നസീറി പിന്നീട് ബാക്കിയുള്ള കാലം പാരീസിലാണ് ജീവിച്ചത്. ഒടുവിൽ 2022 നവംബറിൽ നസീറി 18 വർഷം അയാളുടെ വീടാക്കിയ ടെർമിനൽ 2F-ലേക്ക് മടങ്ങിപ്പോവുകയും അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. ദ റിയൽ ടെർമിനൽ മാനായ നസീറിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?